രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. കേന്ദ്ര നടപടി ഹൈക്കോടതിയെ അറിയിക്കും. സംസ്ഥാനത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേന്ദ്രം അപഹസിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ട സംഭവം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് സർക്കാർ നീക്കം. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ സഹായം പോലും നൽകാതെ പണം ചോദിച്ചത് കോടതിയിൽ ചൂണ്ടിക്കാട്ടും. ധനസഹായം സംബന്ധിച്ച ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം കേരളത്തിന്റെ ധനസ്ഥിതിയിൽ പണം നൽകാനാകില്ലെന്ന വിവരം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടൊരു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും. കേരളത്തിന് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അപഹസിക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും ധനമന്ത്രി. വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതെന്ന് പറയേണ്ടി വരും. വിഷയത്തിൽ UDF-നെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമാണ്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എന്താണ് ഒന്നിച്ചു നിൽക്കാൻ തടസ്സമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രധാനമന്ത്രി വന്ന് വൈകാരികമായി സംസാരിച്ചു പോയതാണ്. 4 മാസം കഴിഞ്ഞു, കാലണ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ശരിയാണോ? നമ്മൾ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? രക്ഷാദൌത്യത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് സർക്കാർ നീക്കം. 24 തൃശൂർ.